അപ്പോൾ ഇനി അടുത്തതായി മാജിക്കാവിൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു സാൻഡ്വിച്ചാണ്, ഒരു സിമ്പിൾ സാൻഡ്വിച്ചാണ്. എൻ്റെ പേര് പറയാനാണെങ്കിൽ സിമ്പിൾ പനീർ ആൻഡ് ചീസ് സാൻഡ്വിച്ച്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പനീർ ചീസ് വെജിറ്റബിൾ സാൻഡ്വിച്ച് ചേരുവകൾ: സാൻഡ്വിച്ച് ബ്രെഡ് 8 സ്ലൈസസ്, മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടർ 50 ഗ്രാം, മിൽക്കി മിസ്റ്റിൻ്റെ പനീർ 100 ഗ്രാം, മിൽക്കി മിസ്റ്റിൻ്റെ ചീസ് ക്യൂബ്സ് 4 ക്യൂബ്സ്, ചെറുതായി അരിഞ്ഞ സവാള 3 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ ആകാം, ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കം 3 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ ആകാം, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് 3 ടേബിൾ സ്പൂൺ മുതൽ 5 ടേബിൾ സ്പൂൺ വരെ ആകാം, ചില്ലി ഫ്ലേക്സ് 1 ടേബിൾ സ്പൂൺ അഥവാ എരിവിന് ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇത് ഹങ്കേർഡാണ്. ഹങ്കേർഡ് എന്ന് പറയുമ്പോൾ തൈര് ഇങ്ങനെ തുണിയിൽ ഒരു 2-3 മണിക്കൂർ കെട്ടി തൂക്കിയിടുകയാണെങ്കിൽ ഇതുപോലെ അതിൻ്റെ വാട്ടർ കണ്ടൻ്റ് എല്ലാം പോയിട്ട് ഇങ്ങനെ കട്ടിക്ക് വരും. ഇതാണ് മറ്റൊരു പ്രധാന ചേരുവ, ഹങ്കേർഡ്. ഇതിപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പുണ്ട്. ഒരു 1.5 കപ്പ് 2 കപ്പ് തൈര് ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് വിഭവം എന്ന് പറയുമ്പോൾ ഇതൊരു സാൻഡ്വിച്ചാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് നോക്കിക്കോളൂ. ഇത് സാൻഡ്വിച്ച് ബ്രെഡ് എന്ന് തന്നെ പറഞ്ഞ് വാങ്ങാൻ കിട്ടും. കുറച്ച് വീതിയും നീളവും ഒക്കെ ഉള്ള നല്ലൊരു സ്ക്വയറായിട്ട് വലിപ്പമുള്ളതാണ്. ഇതിപ്പോൾ ഏകദേശം ഇത്രയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 8 സ്ലൈസസാണ് ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡ്സൊക്കെ നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്യും. പിന്നെ ഇതൊരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ പ്രധാനമായിട്ട് ചേർക്കുന്നത് ഒന്ന് ഹങ്കേർഡാണ്. ഹങ്കേർഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, അതായത് തൈര് കുറച്ച് നേരം നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ തൈര് തന്നെയാണ്, നല്ല കട്ടിയുള്ള തൈരാണ്. അതൊരു മൽമൽ തുണിയിലൂടെ ഒഴിച്ചിട്ട് ഒരു 2 കപ്പ് 1.5 കപ്പോളം എടുക്കുക. 2 കപ്പിനകത്ത് എടുക്കുക. ഇത്രേ ആവശ്യമുള്ളൂ. ഇതിപ്പോൾ 1/2 കപ്പുണ്ട്. 1.5 കപ്പ് എടുക്കുക. അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് എല്ലാം ആ തുണിയിലൂടെ ഇങ്ങനെ പോകും. അതിങ്ങനെ കെട്ടി തൂക്കിയിടുകയാണെങ്കിൽ ഏറ്റവും നല്ല, അല്ലെങ്കിൽ ഒരു കെട്ടിയിട്ട് ഒരു അരിപ്പയുടെ മുകളിൽ വെച്ചിട്ട് താഴെ ഒരു പാത്രം വെച്ചാൽ മതി. ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ കംപ്ലീറ്റ് വാട്ടറും ഡ്രെയിനായിട്ട് ഇതുപോലെ നല്ലൊരു കട്ടിക്ക് ഒരു കാര്യം കിട്ടും. ഇതാണ് ഹങ്കേർഡ്. ഇത് നല്ലതാണ്. ഇത് സാൻഡ്വിച്ചിലൊക്കെ തേക്കുമ്പോൾ ഭയങ്കര നല്ലതാണ്. പിന്നെ നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ തന്നെ പ്രോസസ്ഡ് ചീസാണ്. ഇതിപ്പോൾ ക്യൂബാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് പകരം ടിന്നിൽ കിട്ടുന്നത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പീസ് ചെയ്തെടുക്കാം. പിന്നെ ഇത് പനീറാണ്. ഇത് ഏകദേശം ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്, പനീർ പീസസ്. ഇതും പനീർ ക്യൂബ്സായിട്ട് മിൽക്കി മിസ്റ്റിൻ്റെ പാക്കറ്റിൽ വാങ്ങിയതാണ്. അതും കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ: സവാള അരിഞ്ഞത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ അതുപോലെ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ട്, ഉപ്പുണ്ട്. ഇത്രയും കാര്യങ്ങൾ റെഡിയാണ്. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇനി കുറച്ച് ബട്ടറും കൂടി വേണം, മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടർ. ഇനി ഈ 3 കാര്യങ്ങളും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സിയുടെ ബൗളിൽ വെച്ചിട്ടൊന്ന് അരച്ചെടുക്കും, അതായത് പേസ്റ്റാക്കും. ചീസ്, പനീർ, ഹങ്കേർഡ്, ഈ 3 കൂടി. അപ്പോൾ ഈ 3 കൂടി ഒന്നിച്ചാക്കി ഞാനൊന്ന് മിക്സിയുടെ ബൗളിലാക്കി ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഒരു പേസ്റ്റ് രൂപത്തിലാകും. ഓക്കെ, അതാണ് നമ്മുടെ ഒരു ഹോൾസം ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറും. നല്ല ഇത് 3 കാര്യങ്ങളും നല്ലതാണ്. കുറേ കാര്യം വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ കാര്യമാണ്. അങ്ങനെ നല്ല ക്രീമി ആയിട്ടുള്ളൊരു മിക്സ്ചർ ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ നല്ല പേസ്റ്റ്. ഇതൊരു സ്പ്രെഡാണ്. ഇതിൽ പല കാര്യങ്ങളുണ്ട്. നമ്മൾ കണ്ടല്ലോ, ചീസുണ്ട്, ഹങ്കേർഡ് ഉണ്ട്, ദാറ്റ് ഈസ് യോഗേർട്ട്, അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയത്. പിന്നെ നമ്മുടെ പനീറുണ്ട്. ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഹങ്കേർഡ് ഈസ് ഓക്കെ. ചീസ് നല്ല ഫാറ്റാണ്, ഗുഡ് ഫാറ്റാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പനീറിന് പകരം വേണമെങ്കിൽ നമുക്ക് തോഫു, സോയാബീൻ മിൽക്കിൽ നിന്നുണ്ടാക്കുന്ന തോഫു യൂസ് ചെയ്യാം. ഇതുപോലെ അരച്ചെടുക്കാം. അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കൂടി ഉൾപ്പെടുത്തുക. അപ്പം നമ്മുടെ ക്രീമി സ്പ്രെഡ് റെഡി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിനായിട്ട് ഉള്ളി ചെറുതായി അരിഞ്ഞത്, ക്യാപ്സിക്കം, ഇതെല്ലാം ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. ആദ്യം നമുക്ക് കുറച്ചുകൂടെ വലിയ ബൗളിലേക്ക് ക്രീമി സ്പ്രെഡ്, നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ. പക്ഷേ ഇനി നമ്മൾ ഉള്ളി കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ലൂസായി വരുമല്ലോ. ഇതിലേക്ക് ക്യാപ്സിക്കം ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ, അതുപോലെ സവാള ഒരു 2 ടേബിൾ സ്പൂൺ, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ്, അതും ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, വറ്റൽമുളകിൻ്റെ തരി.
ഇത് നമ്മളുടെ ഇഷ്ടത്തിനാണ് ചേർക്കേണ്ടത്. കൂടുതൽ ചേർത്താൽ കൂടുതൽ സ്പൈസി ആവും, കുറച്ച് ചേർത്താൽ അതിനനുസരിച്ച് സ്പൈസി. പിന്നെ ഇച്ചിരി ഉപ്പ്, ഇതിൽ ഉപ്പൊന്നും ചേർത്തില്ല ഇതുവരെ. ചീസിലൊക്കെ ഇച്ചിരി ഉപ്പുണ്ട്, പക്ഷെ അതൊന്നും പോരാ, കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സ്പ്രെഡ് അരയ്ക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് അതിനകത്ത് ചേർത്തിട്ട് ഇതുപോലെ സ്പ്രെഡിനെ അരച്ചെടുക്കാം. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരില്ല. ഇനി നല്ലൊരു മിക്സി. അങ്ങനെ സാൻഡ്വിച്ച് സ്പ്രെഡ് ഇസ് റെഡി. നല്ല ഒരു പനീർ ചീസ് ആൻഡ് വെജ് സാൻഡ്വിച്ച് സ്പ്രെഡ്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ പീസിലേക്ക് കടക്കാം. ഇനി നമ്മൾ ബ്രെഡിൻ്റെ സ്ലൈസ് എടുക്കുന്നു. ഓരോ സ്ലൈസിലും ഇച്ചിരി ബട്ടർ. ഇത് മിൽക്കി മിസ്റ്റിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ എല്ലാം ഉപയോഗിക്കുന്നത്. അവർക്ക് എല്ലാ പ്രോഡക്റ്റ്സും ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് എളുപ്പമായി കാര്യങ്ങൾ. ബട്ടറും മിൽക്കി മിസ്റ്റ്. നമ്മൾ ഒരു ലെയർ ഓഫ് ബട്ടർ എപ്പോഴും തേക്കുന്നത് വളരെ നല്ലതാണ് ഏത് സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോഴും. കാരണം ഇങ്ങനത്തെ സ്പ്രെഡൊക്കെ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് സോക്കായി പോവും ബ്രെഡ്. ഇങ്ങനെ ഒരു കോട്ടിംഗ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഞാൻ എൻഡ് പീസിലേക്ക് പോണില്ല, അതിൻ്റെ അറ്റമൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റും. ബട്ടർ ഒന്ന് സോഫ്റ്റായി കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് കുറച്ച് ഈസി ആയിരിക്കും. അപ്പോൾ കഴിഞ്ഞു. ഇനി അടുത്ത കാര്യം, നമ്മുടെ സ്പ്രെഡ് എടുക്കുന്നു. നല്ലൊരു തിക്കായിട്ട് ഫില്ലിങ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾക്ക് ആവശ്യം പോലെ സ്പ്രെഡ് ഉണ്ട്, അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഈ ഭാഗം കൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്യും. ഓക്കെ, നന്നായിട്ട് അമർത്താം. ഇനി നമുക്ക് 4 സൈഡും കട്ട് ചെയ്യാം. ഇങ്ങനെ നന്നായിട്ട് 4 സൈഡും കട്ട് ചെയ്തു. ഇതിങ്ങനെയും ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിലും സ്പ്രെഡ് മിക്സ് ചെയ്യാം. ഇനി ഇതിനെ വേണമെങ്കിൽ അല്ലാത്ത ഇങ്ങനെ അപ്പോൾ കറക്റ്റായിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ സാൻഡ്വിച്ചസ് റെഡി. നിറച്ച് ഫില്ലിംഗ് എല്ലാം ആയിട്ട്. അങ്ങനെ നല്ല മനോഹരമായ അല്ലെങ്കിൽ മനോഹരിയായ സാൻഡ്വിച്ചസ് ഇവിടെ റെഡിയാണ്. ഇത് നോക്കിയേ, സോ നൈസ്. ഇത് ചീസ് പനീർ ആൻഡ് വെജ് സാൻഡ്വിച്ച്. ഇങ്ങനെ ഈ എടുത്തിരിക്കുന്ന മിക്സ് കൊണ്ട് ഇതുപോലെ 8 സ്ലൈസ്, അതായത് ഇതുപോലെ ഒരു 2 എണ്ണം കൂടി ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് ആവശ്യാനുസരണം മിക്സ് ചെയ്യുക, ഉണ്ടാക്കുക. വളരെ നല്ലതാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും, വലിയവർക്കും ഇഷ്ടമാവും. നമുക്ക് വേണമെങ്കിൽ ടിഫിനിൽ കൊടുത്തയക്കാം, അല്ലെങ്കിൽ വീട്ടിൽ പാർട്ടിയൊക്കെ നടക്കുമ്പോഴാണെങ്കിൽ ഒരു വെജിറ്റേറിയനായിട്ട് ഈ രീതിയിൽ ചെയ്യാം. ഇനി ഇതിനെ നോൺ വെജ് ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഷ്രെഡഡ് ചിക്കനും കൂടി വേവിച്ച് ബോയിൽ ചെയ്ത് ഉപ്പിട്ട് വേവിച്ച് ചിക്കൻ ചെറുതായിട്ട് നുറുക്കി ചേർത്ത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ മതി. അങ്ങനെ എങ്ങനെ ഇംപ്രവൈസേഷൻസ്. പിന്നെ മുട്ട ചേർക്കണമെന്നുണ്ടെങ്കിൽ എഗ്ഗ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിടാം, അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിടാം. ഇതിനോടൊപ്പം തന്നെ അതും ചേർക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും എഗ് സാൻഡ്വിച്ച് ആക്കാം, ചിക്കൻ സാൻഡ്വിച്ച് ആക്കാം, വെജ് സാൻഡ്വിച്ച് ആക്കാം. ഇതിലെല്ലാം തന്നെ കോമൺ ആയിട്ട് ഈ ചീസ് ആൻഡ് പനീർ വരുന്നു. ഇത് പ്യുവർ വെജായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മോർ ദാൻ ഇനഫ്. കാര്യം ഇതിലാവശ്യത്തിനുള്ള അയൺ കണ്ടൻറ്റും കാര്യങ്ങളും കാൽഷ്യവും ഒക്കെ ഉണ്ട്.
അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ സിമ്പിളായിട്ട് 20 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ആ ഹൽവ തയ്യാറാക്കാൻ. തിരുനെൽവേലി ഹൽവയെ വെല്ലുന്ന രീതിയിലുള്ള ചൗരി ഹൽവ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. പിന്നെ രണ്ടാമത് കാണിച്ചതും ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ളൊരു പനീർ ആൻഡ് ചീസ് ആൻഡ് വെജിറ്റബിൾ സാൻഡ്വിച്ചാണ്. അതും തയ്യാറാക്കി നോക്കുക. ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവലിലൂടെ കാണാം.